പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയയും. പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കി. അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാവം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന മൂവർ സംഘം കൊല ചെയ്തിരിക്കുന്നു. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. എന്തൊരു ഭാഷ, എന്തൊരു പ്രസന്റേഷൻ! ആഹാ, ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ ഒന്നാം തര എലമെന്റ്. കിളവാ, താനും തന്റെ മോളും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ? താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഈ ഒരൊറ്റ പരാതി മതി തന്നെയും താന്റെയും മോളെയും പിടിച്ച് അകത്തിടാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയല്ലേ അച്ഛന്? പെറ്റീഷൻ, മാങ്ങാത്തൊലി, നിർത്തടി ഒരുമ്പട്ടോളെ. ആ പുല്ലേ, ഒരുമ്പട്ടോള് തന്റെ വീട്ടിൽ മറ്റോളായിരിക്കും. ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നു മാത്രം, ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി. എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ വാലാണെന്ന്. എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ, വെട്ടി അരിയും ഞാൻ തുടങ്ങാൻ പോവാ. മോളിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അന്ന് നീ ഉശിരുണ്ടാവണം. കാണോ CI സാറേ? കടത്തിൽ മുങ്ങി മുങ്ങി ആത്മഹത്യ ചെയ്ത പാവം രാവുണ്ണിയുടെ ആത്മശാന്തിക്ക് വേണ്ടി. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ അജിത. നിങ്ങൾ എല്ലാവരും കൂടി കശക്കേറിഞ്ഞ പാവം പെൺകുട്ടിയുടെ ചേച്ചി. എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ. എന്താ? എവിടെയോ തന്റെ മോള്, വിളിക്കോളെ. എന്താ നിന്റെ ഉദ്ദേശം? നീ ആരോടെ കളിക്കുന്നറിയോ? ഒരെണ്ണം പോയി, ഇനി ഇതിനെ കൂടി കുഴിഞ്ഞു കൊടുക്കണോ?
എന്നെ കൊല്ലടി ഒരെണ്ണം നഷ്ടപ്പെട്ടവരാണ്. പിടിച്ചോ എന്റെ മോക്ക് ഭ്രാന്ത അവളെ പിടിച്ചു കേട്ടു. 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 എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാ അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എല്ലാം കണ്ടില്ലേ അമീർ? കീഴടങ്ങരുത്. കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചൂടും സൂക്ഷിച്ചു വേണം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. സർ, അവരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. നോ, ഇപ്പൊ ആരും ഇങ്ങോട്ട് വിടണ്ട. അജി, ഒന്നും കഴിക്കാത്തല്ലേ? നല്ല ക്ഷീണുണ്ടാവും. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഇത് കഴിക്ക. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവുന്നില്ല. എന്ത് പേടിക്കണ്ട നിങ്ങൾ ഈ പറയണേ? ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടികൊണ്ട പാമ്പാ പാഴ്ചി രണ്ടും കൽപ്പിച്ച ഓള് പുറത്തു ചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം. പിന്നെ ചട്ടിയില് 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്കുകൊണ്ട് ഇച്ഛാവരപ്പിക്കും ഞാൻ. താൻ കണ്ടോ? മന്ത്രി ഇമാതിരി കുളൂസൊക്കെ തന്നെയാ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്. ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലേ ഉള്ളത്? ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തിനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞമ്മക്ക് വിശ്വസിക്കാലോ? ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്തൊക്കെ ആവത്താണാവോ വരാൻ പോണത്.